ഇവിടെ ഇതൊക്കെ നാട്ടുകാരാണ്. ഞങ്ങളുടെ നാട്ടുകാരനാണ്, ഒരു സമുദായക്കാരല്ല. പല ജാതിക്കാരും സമുദായക്കാരും ഇവിടെ നാട്ടിലുള്ളത്. പക്ഷെ അവര് പറയുന്നത് വെച്ചാൽ ഒരു സമുദായക്കാർ മാത്രമാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, മറ്റുള്ളവർ ആരും വിഷയം ഉണ്ടാക്കില്ലാന്ന് അത് പറഞ്ഞത് കൃത്യമായി നിർത്തിവെച്ചവാദികളായ വിഷ്ണു ചന്ദ്രശേഖർ, അതായത് VSDPയുടെ വർഗീയവാദിയാണ്. കേരളത്തിലെ ഭിന്നിപ്പിക്കുന്ന വർഗീയവാദി അയാളും അതുപോലെ തന്നെ VSDPയുടെ ആൾക്കാർ, BJPയുടെ ആൾക്കാരും വന്നിട്ട് പച്ചയ്ക്ക് വർഗീയതാണ് പറഞ്ഞത്. ഈ വർഗീയത പറയുമ്പോൾ ഇവിടെ ഹിന്ദു മത ക്രിസ്ത്യാനിയോ അല്ലെ മുസ്ലിംസോ ഒന്നും അങ്ങനെ ഇല്ല. ഇവിടെ എല്ലാവരും പല ജാതിക്കാരാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾക്ക് അവിടെ വേണ്ട, ഇത് ഒരു ജാതിക്കാരൻ. ഇയാൾക്ക് അറിയാൻ ആവശ്യമുണ്ട്. കൊന്നതാണോ അല്ല എങ്ങനെ അപ്പൊ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണല്ലോ. താൽക്കാലികമല്ല, ഇത് പൈസയുടെ മീതാണ്. എന്തിനാണ് പൈസയുടെയും ഇതെന്ന് പറഞ്ഞാൽ ഇത് പണത്തിന്റെയും രാഷ്ട്രീയ ബലവും കൊണ്ടാണ് ഇപ്പൊ നിർത്തിയിട്ടത്. അല്ല വേറൊന്നും കൊണ്ടല്ല, ഇത് രാഷ്ട്രീയത്തിന്റെയും രാഷ്ട്രീയ ബലവും പണബലവും കൊണ്ടാണ്. വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നതാണെന്ന് പറയുന്നത്. ഇല്ല, ഒരു രാഷ്ട്രീയ സംഘർഷം ഇല്ല. അങ്ങനെ ജീവനോടും കൂടി ഉണ്ടോ ഇല്ല മാത്രം അറിഞ്ഞാൽ നമുക്ക്, അല്ല വേറെ രാഷ്ട്രീയമല്ല. ഇവിടെ ഇപ്പൊ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നതാണ് പറയുന്നത്. സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇവിടെ വരുത്തി തീർക്കാൻ വേണ്ടി VSDPയുടെ വിശ്വനാഥ് ചന്ദ്രശേഖർ എന്ന് പറയുന്നവരും അതുപോലെ തന്നെ BJPയുടെയും VHDPയുടെയും വർഗീയവാദികൾ. കേരളത്തിലെ നിയമമില്ലേ, ആ നിയമം നടപ്പിലാക്കണോ എന്നുള്ളത് നമ്മൾ പറയുന്നുള്ളൂ. നിയമം നടപ്പിലാക്കുന്നു എന്നുള്ളത് നമ്മൾ പറയുന്നുള്ളൂ. ഇവിടെ നിയമം ഒരു സംഘടനയ്ക്ക് മുട്ടുകുത്തേണ്ടതല്ല സർക്കാർ. പറഞ്ഞു മനസ്സിലായി, ഇവിടുത്തെ നിയമം നടപ്പിലാക്കണമെന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ഇവിടുത്തെ ആചാരങ്ങളെ തച്ചുടക്കാൻ ശ്രമിക്കുന്നതല്ല. സ്നേഹ, എന്തായാലും വലിയ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ ഇവിടുന്ന് നീക്കം ചെയ്യുകയാണ്. കാരണം ഒരു ഭാഗത്ത് ഈ കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ട്, മറുഭാഗത്ത് ഈ നാട്ടുകാരുണ്ട്. ഈ നാട്ടുകാർക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയണം. അത് തന്നെയാണ് ഇവർ തുടക്കം മുതൽ തന്നെ പറയുന്നത്. ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുക്കുകയും ചെയ്തത്. ആ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ വന്ന് പോലീസ് ഈ കല്ലറ പൊളിച്ചുള്ള ഒരു മൃതദേഹം പുറത്തെടുത്തുള്ള നടപടിയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. ചേട്ടാ, ഇതിന് കുറെ ആളുകൾ ഒരു വർഗീയ സംഘർഷത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്. ഒരു വർഗീയ സംസാരമാണ് ഇന്ന് സംസാരിച്ചത്. അവിടെ 1 മണിക്കൂർ പോലീസ് അതിന്റെ കൂടെ നിന്നു. ഇതിപ്പോ പോലീസ് ചെയ്തേക്കുന്നത് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ താൽക്കാലികമായി ഇന്ന് പൊളിക്ക് നിർത്തിവെച്ചേക്കാണ്. അപ്പൊ അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് അതിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് പൊളിച്ച് ഇതിന്റെ സത്യാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാക്കണം. ഇന്നലെ വരെ ഈ ക്ഷേത്രത്തിൽ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ആ ഒരു കുടുംബം മാത്രമാണ് ക്ഷേത്രം നോക്കിക്കൊണ്ടിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സംവിധാനം പുറപ്പെട്ടത്. അവര് പിന്നെ പൊളിക്കാൻ പറ്റൂല, എടുക്കൂലെന്നും പറഞ്ഞ് വന്ന് മുദ്രാവാക്യം വിളിയും. എല്ലാം BJPയുടെ പ്രവർത്തകരാണ്. ഞങ്ങൾക്കതില്ല. ഞങ്ങളിവിടെ ഇപ്പോ ഞങ്ങള് പല പാർട്ടിപ്പെട്ട ആളുകളുണ്ട്. പക്ഷെ ഇതിപ്പോ പോലീസ് തീരുമാനിച്ചേക്കുന്നത് ഒരു വർഗീയ സംഘർഷം, ഒരു ക്രമസമാധാന പ്രശ്നം നിലനിൽക്കും. അത് പരിഹരിക്കാൻ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ അകത്ത് നിൽക്കുന്ന യുവമോർച്ചന്റെ പ്രവർത്തകരാണ് ഈ വർഗീയത ഇവിടെ നിന്ന് സംസാരിച്ച് ഇവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കുന്നത്. സംവിധാനത്തിന് മുമ്പില് സംവിധാനമുണ്ട്. അതിന്റെ മുമ്പിൽ സർക്കാർ മുട്ടുകൊടുക്കുകയാണ്. നമുക്ക് പൊളിക്കണ്ട.
ഇത് പൊളിച്ചേ പറ്റും. ഞങ്ങള് മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, നിങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ട്. ഇത് നമുക്കൊരു പൊതുവായിട്ടുള്ള പ്രശ്നമാണ്. ഈ അച്ഛൻ എന്താണ് സംഭവിച്ചത് സത്യാവസ്ഥ അറിഞ്ഞേ പറ്റും. അറിയാതെ നമ്മുടെ